100 കോടി ക്ലബിൽ ഇടം നേടിയ സിനിമയുണ്ടായിട്ടും മലയാള സിനിമയ്ക്ക് 2024 നഷ്ടങ്ങളുടെ വർഷമാണ്. മുൻനിര താരങ്ങളുടെ സിനിമ തിയേറ്ററുകളിലെത്തിയിട്ടും 1200 കോടി രൂപയുടെ നഷ്ടം ഈ വർഷം ഉണ്ടായെന്നാണ് കണക്കുകൾ. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ക്രിസ്മസ് റിലീസ് ചിത്രമായ ബാറോസ് ഉൾപ്പെടെ ഈ വർഷം തിയേറ്ററിലെത്തിയത് 207 സിനിമകൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ 15 സിനിമകളുടെ കുറവ്. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് ആണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പണം വാരിയ മലയാള ചിത്രം. തിയേറ്ററിൽ നിന്ന് കിട്ടിയ കളക്ഷൻ പ്രകാരം 100 കോടി ക്ലബിലെത്തിയ ഏക ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് മാത്രമാണെന്നാണ് ഫിലിം ചേംബറിന്റെ അനുമാനം. ചിത്രം തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിലും കോടികൾ വാരി. ഇറങ്ങിയ സിനിമകളിൽ 14 എണ്ണം സൂപ്പർ ഹിറ്റും 7 സിനിമകൾ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിലും ഇടം നേടി. 6 ചിത്രങ്ങൾ നിർമ്മാതാക്കൾക്ക് മുതൽ മുടക്ക് നേടിക്കൊടുത്തു. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം, നിർമ്മാണ ചെലവ്, വ്യാജന്മാർ പിടിമുറുക്കിയതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും അവമതിപ്പും സിനിമാ വ്യവസായത്തിന് തിരിച്ചടി ഉണ്ടാക്കി. സിനിമ എന്ന് പറയുന്ന ഈ ഒരു മേഖലയോട് ഒരു ചെറിയ തരത്തിൽ മലയാളി പ്രേക്ഷകർക്ക് ഒരു അവമതിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് പല സിനിമകളുടെ വിജയത്തെയും പ്രേക്ഷകരുടെ എണ്ണത്തെയും കുറച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നപ്പോൾ ഒരു ജനകീയ അടിത്തറ സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് സംശയമുണ്ട്. യുവാക്കളുടെ ട്രെൻഡ് കണക്കാക്കിയുള്ള ചിത്രങ്ങളാണ് തിയേറ്റർ കണ്ടതിലേറെയും. കുടുംബ പ്രേക്ഷകരുടെ ചിത്രം വിരളിൽ ഒതുങ്ങി. സിനിമകളുടെ പരാജയവും കോടികളുടെ ബാധ്യതയും അടുത്ത വർഷം ചിത്രങ്ങളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. 24 കൊച്ചി.